ഇന്നൊരു പ്രോൺസിൻ്റെ ഒരു സ്പെഷ്യൽ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഫ്രഷ് ക്രീം പ്രോൺസ് കറി റെസിപ്പിയാണ്. അപ്പം ഇത് നമ്മൾ ബട്ടറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ബട്ടറില്ലെങ്കിൽ നെയ്യായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ ബട്ടറൊന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് വലുതായാലും ചെറുതായാലും ഒക്കെ കുഴപ്പമില്ല കേട്ടോ. ഇട്ട് നന്നായിട്ട് ഒരു 60% ചെമ്മീനൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞിട്ടോ ചതച്ചിട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ വെളുത്തുള്ളിയുടെ മണമൊക്കെ ഒന്ന് നന്നായിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് പോയി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഈ ചെമ്മീൻ നന്നായിട്ട് കുക്കാവരുത് കേട്ടോ. കുറേ നേരം ഇട്ട് കുക്ക് ചെയ്തെടുക്കരുത്. എന്നിട്ട് ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ഈ ഒരു കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കുറച്ച് കൂടുതൽ തന്നെ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരട്ടെ. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ ഒരു കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണ്. വേറെ തന്നെ ഒരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.